ആ. ഉം. ആ, അത് പറയാം. സമസ്തയും ലീഗും തമ്മിലൊരു ഇഷ്യൂ ഇല്ല. ഉദ്ഘാടനത്തിന് അയാൾ ക്ഷണിക്കപ്പെട്ടതായിരുന്നു. ആരെ? ഖാദിർ മൊയ്തീൻ സാഹിബിനെ. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇരുന്ന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഉദ്ഘാടനത്തിന് എത്തിപ്പെടാൻ ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചിരുന്നു. ഞാൻ നേരിട്ടാണ് ക്ഷണിച്ചത്. അങ്ങനെ ക്ഷണിച്ച ആൾ പങ്കെടുക്കാമെന്ന് എന്നോട് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഇങ്ങോട്ടും അങ്ങോട്ടുള്ള ടിക്കറ്റുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പർക്കും എന്തോ സാങ്കേതിക പ്രശ്നം ഉണ്ടായി. ഖാദിർ മൊയ്തീൻ സാഹിബ് അതിന് അയാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു, എന്നാലും പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് നമ്മൾ ടിക്കറ്റ്, ഇങ്ങോട്ടുള്ള ടിക്കറ്റും അങ്ങോട്ടുള്ള ടിക്കറ്റും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തതിന്. പിന്നെ മൂപ്പര് വിളിച്ചു പറഞ്ഞ് വരാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന്. അതങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവാലോ. അത് ലീഗും സമസ്തയും തമ്മിലുള്ളതായ എന്തെങ്കിലും പിന്നെ പിന്നെ പണക്കത്തിൻ്റെ ഒരു ഭാഗമല്ലത്. അങ്ങനത്തെ ഒരു പണക്കോട്ടില്ല. ഏതിന്? മൂപ്പരാളതിൻ്റെ ചെയർമാന്, ഏതിൻ്റെ മുഖ്യ രക്ഷാധികാരി. അല്ല, അതിനൊന്നും പ്രശ്നം ചെയ്യാന്നല്ലേ അവരും പറഞ്ഞത്. അവർക്ക് ഈ കൊള്ളണമെന്ന് അവർക്കും ആഗ്രഹമില്ലല്ലോ. ആ. ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഉണ്ടോയെന്നുള്ളത്. പല ലീഗുകാരും നമ്മളെ സഹായിച്ചിട്ടുണ്ടല്ലോ അതിന് യാത്രയുടെ ഭാഗമായിട്ട്. ആ, അവർ സഹകരിക്കുന്നുണ്ട്. അപ്പൊ പാണക്കാട് കുടുംബം തന്നെ മൂപ്പര് പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആളാണ്. പിന്നെ ഹൈദരലി തങ്ങളെ മകണ്ട് മൊയ്‌നെഴുത്ത് ശിഹാബ് തങ്ങൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും എല്ലാവർക്കും സഹകരിക്കാൻ പറ്റൂലല്ലോ. ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. മുമ്പ് ഏറ്റ ചില പരിപാടികളുണ്ടാവും. ആ. എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെന്നുള്ളത്. ആരെൻ്റെ പ്രസ്താവന? ആ, അപ്പുറത്തുള്ള പ്രസ്താവന അതിന് ഞാൻ പ്രതികരിച്ചിട്ടില്ലല്ലോ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അകൽച്ചില്ലല്ലോ. നമ്മളോട് ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അവർ വന്നിട്ടില്ലാന്നല്ല, അവർക്കിപ്പോൾ ക്ഷണിച്ച എല്ലാവർക്കും. ഇപ്പം നിങ്ങളൊരു കല്യാണത്തിന് ക്ഷണിച്ച ഞങ്ങൾക്ക് ചിലപ്പോൾ വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങളെ സുഹൃത്ത് പറയണം അവനേറ്റ് പണക്കാന്ന് ആരെയും പറയും. പണക്കം കൊണ്ട് പോകാതിരിക്കുക, അത് വേറൊന്ന്. ആ, വേറെ നിങ്ങൾക്കൊരു അസുഖം ഉണ്ടായി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ഇതിനേക്കാൾ പ്രധാനമായി ചെയ്യേണ്ട വല്ല കാര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ വരാതെ പോലും അത് പണക്കല്ല. അത് എന്നോട് ചോദിക്കേണ്ടതല്ല, അത് രാഷ്ട്രീയക്കാരോട് ചോദിക്കുക. അവരതിന് മറുപടി പറയും. ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. സമസ്തയ്ക്ക് ഔദ്യോഗികമായ ഒരു രാഷ്ട്രീയമില്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം അനുസരിച്ച് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അത് മുമ്പേ ഉള്ള സമസ്ത തുറന്നു പോകുന്നത് നയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല സമസ്ത നിലകൊള്ളുന്നത്. സമസ്തയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ആത്മീയമായി അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക, ഇവിടുത്തെ മതസൗഹാർദ്ദം അത് തകർക്കപ്പെടാത്ത നിലക്ക് സൂക്ഷിക്കുക, മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പോലത്തെ സംഗതികളൊക്കെ ചെയ്യുക. അതാണ്. പിന്നെ സമസ്ത അത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഞങ്ങളും അതേമായി മത്സരിക്കൂലേ. ഞാൻ ശ്രദ്ധിച്ചില്ല.
ഉം. ആരെടുക്കണത്? ആ ഉം. നമ്മളങ്ങനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ നിലപാടാണ് അവർക്കുള്ളതെന്നുള്ള അഭിപ്രായം നമ്മൾക്കില്ല. അല്ല അത് അല്ല നമുക്ക് ആശങ്കയൊന്നും ഇല്ലായില്ല. ഇന്നിപ്പോൾ ആർക്കും ഇഷ്ടമുള്ളപ്പോൾ യാത്ര ചെയ്യാലോ. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന പിന്നെ ഗുണവും നഷ്ടവും ലാഭമൊക്കെ ഓരോരുത്തരും അനുഭവിക്കും, അത്രേ ഉള്ളൂ. അത് പൊതുജനം എങ്ങനെ ഇതിനെ വിലയിരുത്തലും അതുപോലെ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റും നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പം യാത്ര പോകാൻ പാടില്ലാന്ന്? വെള്ളാപ്പള്ളി നടേശനോട് പറയാൻ പറ്റുമോ നിങ്ങൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം യാത്ര പോകാൻ പാടില്ലാന്ന്? അത് ആരൊപ്പം ഇഷ്ടമുള്ളവരൊപ്പം യാത്ര ചെയ്യാലോ. ഏത് പ്രസ്താവന? അതിപ്പോൾ കുറേ കാലമായാലും അയാൾ തുടങ്ങിയിട്ട് നമ്മളത് അറിയിക്കണ നിലക്ക് അതിൻ്റെ അവജ്ഞയോടുകൂടി തള്ളുകയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ അത് നിങ്ങൾ മുഖ്യമന്ത്രിനായിട്ട് എന്നും നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ, മൂപ്പരോടാണ് ചോദിക്കേണ്ടത്. എന്ന് മുഖ്യമന്ത്രിൻ്റെ ഒരു പ്രസ്താവന എന്നും ഉണ്ടാവുമല്ലോ. തിരുവനന്തപുരത്താണ് നിങ്ങളും മൂപ്പരൊക്കെ ഉള്ളത്. അത് എന്നോട് ചോദിച്ചു. എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ല. അത് മൂപ്പരാണ് ഇതിന് പ്രതികരിക്കേണ്ടത്. മൂപ്പരോട് ചോദിക്കുക നിങ്ങൾ ഒരു ചേരിതിരിവില്ല. ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ട് മുസ്ലിങ്ങളിടയിൽ തന്നെ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി, ഹിന്ദുക്കളിടയിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെ അത് ചിലർക്കുള്ള ഒരു പ്രത്യേകമാവുന്ന എന്തായാലും പറയുക ഒരു ഹോബിന്നോ അവരൊരു പ്രത്യേക അവർക്ക് ലഭിക്കപ്പെടുന്ന ഒരു ആനന്ദോ എന്തെങ്കിലും ഉണ്ടാവുകയില്ല. അല്ല അത് ജനങ്ങൾക്ക് വിവേകം ഉണ്ടാവും, മനസ്സിലാക്കുകയാണ് ജനങ്ങൾ. ഇതിങ്ങനെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണതയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ക്ഷമിക്കുമല്ലോ. അതെനിക്ക് അത്ര രൂക്ഷം ഉണ്ടാവില്ലല്ലോ കുറേ കഴിയുമ്പോൾ തുടങ്ങിയ മാതിരില്ല. അതൊക്കെ ഞാൻ മുമ്പ് മറുപടി പറഞ്ഞാണ്. അല്ല തെരഞ്ഞെടുപ്പിൽ എടുക്കുന്നതിനെ പറ്റി ഞങ്ങളോടല്ല ഞാൻ പറഞ്ഞല്ലോ. അവരോട് ജമാഅത്ത് ഇസ്ലാമി എന്നല്ല, ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും മുജാഹിദ് പക്ഷാണെങ്കിലും തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ എല്ലാ പാർട്ടികളോടും ആശയപരമായിട്ട് സമസ്തക്ക് വിയോജിപ്പുണ്ട്. അതിപ്പോൾ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവർക്ക് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിനോട് അവർക്ക് ഒപ്പം നിന്നും കൊണ്ട് പ്രവർത്തിക്കുക. അതിപ്പോൾ നമ്മളെന്താ പറയേണ്ടത്? ഇതൊരു സ്വതന്ത്രമുള്ള രാജ്യമല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളോണം ചെയ്യാമല്ലോ. പിന്നെ ഇതിപ്പോൾ നമ്മളെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറയുന്ന ഞാൻ എന്താവുമെന്ന് അറിയോ, ഞാൻ പിന്നെ ഒരു പരിഹസിക്കപ്പെട്ടവരാവും, അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനത്തെ അഭിപ്രായം പറയില്ല. ജമാഅത്ത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തിൽ വന്നു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരായിട്ട് അവർ സഖ്യം ചെയ്തു എന്നോ അതൊന്നും പറയേണ്ടത് ഞാനല്ല, ഞാനത് പറയലുമില്ല. സമസ്തത്തിൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെ സഖ്യം ചെയ്തു എന്ന് ചോദിക്കണം, എന്നോട് ചോദിക്കാം. അല്ല അതല്ല പറയണത്. അങ്ങനത്തെ ഒന്നും സംഭവിച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ അല്ല അതുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതിപ്പോൾ വരാൻ പോണ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ആശയപരമായി എതിർപ്പുള്ള രണ്ട് സംഘടനകളല്ലേ, പിന്നെ ഉണ്ടാവില്ല. അതാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിനോട് ചോദിക്കാമെന്ന്. അങ്ങനെ സംഭവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
എന്ത് എങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് ചോദിക്കും. ഉം. 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 അല്ല, അടുപ്പത്തിന്റെ പിന്നിൽ ന്യൂനപക്ഷ അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ അടുപ്പം. എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ, മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഗവൺമെന്റ് സംരക്ഷിക്കണം. അതിനുവേണ്ടി പെടുന്ന ഗവൺമെന്റുമായിട്ട് നമ്മൾ എന്താവലുണ്ട്, സൗഹാർദ്ദത്തിൽ പോകൽ. അതിൻ്റെ ഒരു ഭാഗം അത്ര ഉള്ളൂ. അത് UDF വന്നാലും LDF വന്നാലും വേറെ ഏത് ഗവൺമെന്റ് വന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ കൊല്ലത്ത് നമ്മളെ പരിപാടിൻ്റെ ഇങ്ങനെയാണ്. അധ്യക്ഷൻ അവിടുത്തെ പ്രസിഡന്റാണ് സെയ്ദ് മൊഹസിൻ കോയ തങ്ങളാണ്. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് അവിടുത്തെ പിന്നെ ഉദ്ഘാടകൻ. MK പ്രേമചന്ദ്രൻ മുഖ്യാതിഥിയാണ്. പിന്നെ MT അബ്ദുൽ മുസ്ലിയാർ, സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അത് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, പിന്നെ നാസിർ ഫൈസി കൂളത്തായി, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പോയ, സുഹൈൽ ഹൈത്തമി, ഇവർ പ്രസംഗിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ആവട്ടെ. എല്ലാവർക്കും നന്ദി. മനസ്സിലായില്ലേ? എപ്പോഴും സഹകരിക്കണം, സമസ്തയായിട്ട് സഹകരിക്കുക, സമസ്തന്റെ വാർത്ത കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ സന്ദേശയാത്ര 4 മണിന്റെ പത്തിരിക്കണ്ടം മൈതാനിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സ്വീകരണ പരിപാടി, കൊല്ലത്തുള്ള സ്വീകരണ പരിപാടി, അതൊക്കെ ഇവിടുത്തെ പത്രക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ 100ാം വാർഷിക സമ്മേളനം അവല് വരുമല്ലോ. വെങ്ങോട്ടേന്നല്ല, അവസാനിച്ചില്ലേ? ഓക്കെ, നന്ദി എല്ലാവർക്കും.